ഇന്ന് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 1857 കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഓർ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഝാൻസി റാണി ലക്ഷ്മിബായി ശരിയാണ്. കാൺപൂർ നാനാ സിംഗ് ശരിയാണ്. ഡൽഹി ഫക്ത് ഖാൻ ശരിയാണ്. അപ്പൊ ഇതിന് ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാ ജോഡികളും ശരിയായിട്ടുള്ളതാണ്. 1, 2, 3 എല്ലാ ജോഡികളും ശരിയാണ്. ഒന്ന് ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ചമ്പാരൻ സമരം, അതിനുശേഷം അഹമ്മദാബാദ് ബിൽ സമരം, അതിനുശേഷം റൗളറ്റ് നിയമവിരുദ്ധ സമരം എന്നിങ്ങനെയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 3, 1, 2 എങ്ങനെയാണ് കാലക്രമണം. അപ്പൊ രണ്ടിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സ്ഥിര അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും അടങ്ങിയ ഘടകമാണ് സുരക്ഷാ സമിതി ശരിയാണ്. അതുപോലെ തന്നെ യുനെസ്കോയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം, അത് ശരിയാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. 1, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 3ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാലാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഓർ ജോഡികൾ ഏതൊക്കെയാണ്? ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. നീലദർപ്പൺ ദിനബന്ധു മിത്ര ശരിയാണ്. നീലദർപ്പൺ ദിനബന്ധു മിത്രയാണ്. രംഗഭൂമി രവീന്ദ്രനാഥ ടാഗോർ തെറ്റായിട്ടുള്ളതാണ്. ആനന്ദപടം ബങ്കിം ചന്ദ്ര ചാറ്റർജി ശരിയാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള ജോഡിയായിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന എന്നാണ്. ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ശരിയാണ്. രാജ്കുമാർ ഗോയലാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ശരിയാണ്. പ്രധാനമന്ത്രിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? പ്രധാനമന്ത്രിയാണോ നിയമിക്കുന്നത്? അല്ല, രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ട് ഉള്ളത്. ആറാമത്തെ ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. ഏതാണെന്ന് നോക്കാം. മലയാളി മെമ്മോറിയൽ, അതിനുശേഷം ഈഴവ മെമ്മോറിയൽ, അതിനുശേഷമാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 3, 1, 2 എന്നിങ്ങനെയാണ്. ഏഴാമത്തെ ചോദ്യം, പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പൊ പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അത് കടൽ കാറ്റായിരിക്കും. ഓപ്ഷൻ ഡി ആണ്. കടൽ കാറ്റാണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, സഹ്യാദ്രിയിലെ മഹാബലേശ്വരിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൃഷ്ണ നദിയാണ്. 9, ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അറ്റോൾ ആണ്. 10, അരുവികൾ അപ്രതീക്ഷിതമാകുന്ന ശിവാലി കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഫാബർ ആണ്. 11, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. നീലഗിരിയാണ്. 12ാമത്തെ ചോദ്യം, 2023 55ാം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ മോഹൻലാൽ ആണ്. 13ാമത്തെ ചോദ്യം, നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2015 ഏപ്രിൽ 1 സ്ഥാപിക്കപ്പെട്ടു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? 2015 ജനുവരി 1 നീതി ആയോഗ് സ്ഥാപിക്കപ്പെട്ടത്. അതുപോലെ നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് ശരിയാണ്. ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് വന്നത് ശരിയാണ്. സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യം ശരിയാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. 1 ശരിയല്ല എന്നുള്ളതാണ്. 14ാമത്തെ ചോദ്യം, നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1991
അതോടൊപ്പം തന്നെ സ്വകാര്യവൽക്കരണം, ഇന്ത്യൻ വ്യവസായ മേഖല എന്നിവയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ബന്ധപ്പെട്ടിരിക്കുന്നത്. 15 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമായത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1998 ഏപ്രിൽ 12 സെബി സ്ഥാപിതമായത്. 16 ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ് എന്നാണ്? അപ്പൊ ഹരിത വിപ്ലവമായിട്ട് ബന്ധമില്ലാത്ത ആരാണെന്ന് നോക്കാം. നോർമൻ ബെർലോഗ് ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ്. വില്യം ഗാർഡ് ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ രാജാറാമാണ് ബന്ധമില്ലാത്തത്. ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രമാണ് ബന്ധമില്ലാത്തത്. അപ്പൊ ഡോക്ടർ രാജാറാമാണ് ഹരിത വിപ്ലവമായിട്ട് ബന്ധമില്ലാത്തത്. 17ാമത്തെ ചോദ്യം, 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDP എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 4.4%. 18 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരി ഏതെന്നാണ് വെച്ചിരുന്നത്? നോക്കാം. കിരീടം നേടിയത് ഇന്ത്യയാണ്. ശരിയാണ്. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. ശരിയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസാൻ കാപ്പ് നേടി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട്. 1, 3, 4 ഇവിടെ ശരിയായിട്ടുള്ളത്. 19 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്നാണ്? ആൻസർ ഓപ്ഷൻ സി 1950 ജനുവരി 26. 20ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 21 ദേശീയ ഭരണഘടനാ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ നവംബർ 26 ആണ്. 22 പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 42ാം ഭേദഗതിയാണ്. 23 കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം? ആൻസർ ഓപ്ഷൻ എ നമ്മുടെ ഇന്ത്യയാണ്. 24 ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വകുപ്പ് 324 പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. 25 ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി 5 വർഷമാണ്. 26 പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ബൽവന്ത് റായ് മേത്തയാണ്. 27 ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ ഏതെന്നാണ് ചോദിക്കുന്നത്? നോക്കാം നമുക്ക്. പാർലമെന്റ്, നിയമസഭാ അംഗങ്ങൾ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കുന്നു. ശരിയാണ്. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിക്കുക. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 29ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 29 ഇന്ത്യയിൽ ആരംഭിച്ച 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചത്? നോക്കാം. 1951 ഇന്ത്യ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിൽ സജീവ പങ്ക് വഹിച്ചത് ഡോക്ടർ KN രാജ് ആയിരുന്നു. ശരിയാണ്. ഫക്രാനങ്കൽ അണക്കെട്ട്, ഹീരാക്കുട്ട് അണക്കെട്ട് തുടങ്ങിയ വൻകിട പദ്ധതികൾക്ക് ഭീമമായ തുക വകയിരുത്തി. ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ്. ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാം ശരി എന്നുള്ളതാണ്. 30ാമത്തെ ചോദ്യം, തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? അപ്പം സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ശരിയാണ്. കേരളത്തിലെ വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2022 റാംസാർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. ശരിയാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി എല്ലാം ശരി എന്നുള്ളതാണ്. 31 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 32 ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റ് ആണ്. 33 രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഹീമോഫീലിയ ആണ്. 34 കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 35 ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഫീമർ ആണ്. 36 അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സിറോസിസ് ആണ്.
37 ഇറ്റായ് എന്ന രോഗത്തിന് കാരണമായ ലോകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കാഡ്മിയമാണ്. 38 ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കണം. അപ്പൊ ഗുണങ്ങൾ അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. ഇവ ദൈർഘ്യ തരംഗങ്ങൾ ആണെന്നുള്ളത്. ബാക്കിയെല്ലാം ഗുണങ്ങളാണ് കേട്ടോ. ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. കാന്തിക മണ്ഡലം വൈദ്യുത മണ്ഡലം പരസ്പരം ലംബമായിരിക്കും. ഇവയ്ക്ക് ഭാരമില്ല. ഊർജവും ആക്കവും മാത്രം ഉള്ളൂ. അതൊക്കെ ശരിയാണ്. അപ്പൊ ശരിയല്ലാത്തത് ഓപ്ഷൻ സി മാത്രമാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത് 39 മരുഭൂമിയിലെ മരീചിക അഥവാ മിറാഷ് രൂപപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം നടക്കുന്നതിനാൽ. 40 താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ത്വരണം സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി രേഖപ്പെടുത്തുമെന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ്. ധ്രുവപ്രദേശങ്ങൾ ജിയുടെ മൂല്യം പരമാവധി ആയിരിക്കും. അതോടൊപ്പം തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോയാൽ ജിയുടെ മൂല്യം കുറയുന്നു എന്നാണ്. അപ്പൊ 40ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 41 താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ EOS ഏതാണ് ISRO 2025 മെയിൽ വിക്ഷേപിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി EOS 09 ആണ്. 42 കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാഫൈറ്റും അതുപോലെ തന്നെ ഫുള്ളറിനുമാണ്. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 4ഉം മാത്രമാണ്. 43 ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ്. 44 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. സ്ഥിരതാപനിലയിൽ V പ്രൊപ്പോർഷണൽ ടു 1/p ആണ്. അതുപോലെ തന്നെ 3ഉമാണ് ശരി. അത് P1 V1 ഈക്വൽ ടു P2 V2. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 45 യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെയാണ് അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിച്ചത്? ആൻസർ ഓപ്ഷൻ സി 2025 ആണ്. 46 മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണനാണ്. 47 ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആദരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി മേജർ ധ്യാൻചന്ദ് ആണ്. 48 ഹ വിജു വിഷു മൃത്യുവിനാം ജീവിതത്തിൽ കൊടിപാടം താഴ്ത്താൻ ഈ വരികൾ ഏത് കൃതിയിലെയാണ്? ആൻസർ ഓപ്ഷൻ സി കന്നിക്കൊയ്ത്താണ്. 49 പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശങ്കരാചാര്യരാണ്. 50 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കെ അരവിന്ദാക്ഷനാണ്. ഇനി മാത്സ് ആണ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 51ാമത്തെ ചോദ്യം 6√5ന്റെയും 2√5ന്റെ ഗുണനഫലം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 60 ആണ്. 52 32⁵1/5ന്റെ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി 2 ആണ്. 53 രണ്ട് ഗോളങ്ങളുടെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 25:36 ആണെങ്കിൽ ആരങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 5:6 ആണ്. 54 3 സെന്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബിന്റെ വ്യാപ്തം? ആൻസർ ഓപ്ഷൻ സി 27 ആണ്. 55 24 വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകന്റെയും ശരാശരി വയസ്സ് 15 ആണ്. അധ്യാപകനെ ഒഴിവാക്കിയാൽ ശരാശരി 14 എങ്കിൽ അധ്യാപകന്റെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 39 ആണ്. 56 അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 മടങ്ങാണ്. 5 വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സിന്റെ തുക 66 ആവുമെങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 14 ആണ്. 57 കൂട്ടത്തിൽ ചേരാത്തത് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? 2 71 73 79 91. ആൻസർ ഓപ്ഷൻ സി 91 ആണ്. 58 താഴെ പറയുന്ന ശ്രേണിയിൽ തെറ്റ് ഏതെന്ന് കണ്ടെത്തുമെന്നാണ്. അപ്പൊ ഈ ശ്രേണിയിൽ തെറ്റ് ആൻസർ ഓപ്ഷൻ സി 52 ആണ്. 59 1200 രൂപ വിലയുള്ള വാച്ചിന് 12% ലാഭം കിട്ടുവാൻ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി 1344 എന്നാണ്. 60 10,000 രൂപ 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം എത്ര രൂപ ലഭിക്കും? ആൻസർ ഓപ്ഷൻ സി 11,025 രൂപയാണ്. ഇനി ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് 61ാമത്തെ ചോദ്യം ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻടു പാസീവ് വോയിസ് ബൈ യൂസിങ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നാണ്. ആൻസർ ഓപ്ഷൻ സി ഐ ഹാവ് ബീൻ ഗിവൺ എ വണ്ടർഫുൾ ഗിഫ്റ്റ് ബൈ ഹിം എന്നുള്ളതാണ്. 62 ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ആൻസർ ഓപ്ഷൻ ബി എന്റർപ്രണർ ആണ്. 63 ഓപ്ഷൻ എ ആണ് ആൻസർ. ഹാവ് സെൻഡ് മീ പ്ലസന്ററീസ് എന്നാണ്. 64 വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് എ കറക്റ്റ് എന്നാണ്. ആൻസർ ഓപ്ഷൻ സി ഹി ഈസ് എൽഡർ ടു രാജു എന്നാണ്. 65 ദ വേർഡ് യോംബ് മീൻസ്. യോംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ടു മാർച്ച് ലബോറിയസ്ലി എന്നാണ്. 66 ദ ഫോറിൻ ടേം സ്കാഡൻ ഫ്രൂഡ് മീൻസ് എന്താണെന്നാണ്. ആൻസർ ഓപ്ഷൻ സി പ്ലഷർ ഫ്രം
അനദർ മിസ്ഫോർച്യൂൺ ആണ്. 67 ദ സിനോണിം ഓഫ് ദ വേർഡ് പ്രിസർവൻസ് എന്നാണ്, പ്രിസർവേറൻസ് എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡോഗ്ഡൻസ് എന്നാണ്. 68 കംപ്ലീറ്റ് ദ ഫോളോയിങ്, ഡ്രൈവ് സ്ലോലി ലെസ്റ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, യു ഷുഡ് മീറ്റ് വിത്ത് ആക്സിഡൻസ്. 69 ഡോങ്കി സിയേഴ്സ് മീൻസ് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, എ ലോങ് പീരീഡ് ഓഫ് ടൈം ആണ്. 70 ഐ എം നോട്ട് സ്പെസിഫിക്. ആൻസർ ഓപ്ഷൻ ബി, ആമൈ ആണ് വരുന്നത്. ഇനി മലയാളം പാർട്ടിൽ നിന്നാണ്. 71 മെറ്റാമോർഫോസിസ് എന്ന പദത്തിന് നൽകാവുന്ന മലയാള പരിഭാഷ എന്താണ്? ആൻസർ ഓപ്ഷൻ സി, രൂപാന്തരീകരണമാണ്. 72 അഹോരാത്രം പിരിച്ചെഴുതുക. എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, അഹസ് പ്ലസ് രാത്രമാണ്. 73 ശരിയായ പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, വൈശിഷ്ടമാണ്. 74 മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്നർത്ഥം വരുന്ന പദം. ആൻസർ ഓപ്ഷൻ ഡി, ദുർഗ്രഹമാണ്. 75 കൽപ്പിതം എന്ന പദത്തിന്റെ വിപരീതം. ആൻസർ ഓപ്ഷൻ ബി, വാസ്തവമാണ്. 76 മിടുക്കർ എന്നത് ഏത് ബഹുവചനമാണ്? ആൻസർ ഓപ്ഷൻ ബി, അലിംഗ ബഹുവചനമാണ്. 77 ബുദ്ധി എന്ന വാക്കിന് പര്യായമല്ലാത്തത് എന്ന്. ആൻസർ ഓപ്ഷൻ ബി, വിക്രി എന്നാണ് കേട്ടോ. 78 കിട്ടാതെ പ്ലസ് ആയി എങ്ങനെ ചേർത്ത് എഴുതാം? ആൻസർ ഓപ്ഷൻ സി ആണ്, കിട്ടാതെ യായി എന്നാണ്. 79 പുല്ലിംഗം അല്ലാത്തത് ഏത്? പുല്ലിംഗം അല്ലാത്തത് എന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, സൂര്യനാണ്. 80 ശൈലി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വർഗത്തിലെ കട്ടുറുമ്പ്. ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. 81 വനങ്ങൾ കാലാവസ്ഥാ മാറ്റം ശമിപ്പിക്കുന്നതിൽ നിർണായകമാണ്. ഇത് പ്രധാനമായും ഏത് ഘടകത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, കാർബൺ ശേഖരണത്തെ സൂചിപ്പിക്കുന്നു. 82 പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യത്തെ വ്യത്യസ്തമാക്കുന്ന കാരണം ഏത്? ആൻസർ ഓപ്ഷൻ സി, ദീർഘകാല ഭൂതാത്വ ചരിത്രവും എൻഡമിസവുമാണ്. 83 ഉഷ്ണമേഖല ഈർപ്പമുള്ള ഇലപൊഴിയും വനം നിർവചിക്കാൻ ആവശ്യമായ മാനദണ്ഡം. ആൻസർ ഓപ്ഷൻ ബി, വാർഷിക മഴയും പച്ചപ്പും. 84 സിറ്റിസിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, അന്തർദേശീയ വന്യജീവി വ്യാപാരം നിയന്ത്രിക്കൽ. 85 ഇൻസിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ സി, ദേശീയ ഉദ്യാനമാണ്. 86 FSI ഫോറസ്റ്റ് കവർ ആൻഡ് ട്രീ കവർ വേർതിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഭൂവിഭാഗവും ക്യാനോപ്പി ഡെൻസിറ്റിയുമാണ്. 87 പശ്ചിമഘട്ടത്തിൽ എൻഡിമസം കൂടുതലുള്ള കാരണം. ആൻസർ ഓപ്ഷൻ ബി, ഭൂതാത്വ വേർതിരിവും മൈക്രോ ക്ലൈമറ്റുകളുമാണ്. 88 സംരക്ഷിത വനം സംവരണ വനം വ്യത്യാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സംവരണ വനത്തിൽ പൊതുജനാവകാശങ്ങൾ നിരോധിച്ചിരിക്കുന്നു. IUCN ദുർബലമായി പ്രഖ്യാപിക്കപ്പെടാനുള്ള ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വാസസ്ഥല വിസ്തൃതി കുറവാണ്. 90 പ്രൊജക്ട് ടൈഗർ വിജയത്തിലുള്ള ഘടകം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോറിഡോർ കണക്ടിവിറ്റിയും ഇര അടിസ്ഥാന സംരക്ഷണവുമാണ്. 91 വനങ്ങളുടെ പരോക്ഷ നേട്ടങ്ങൾ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, കാർബൺ ശേഖരണം, മണ്ണു സംരക്ഷണം. 92 ഷോല ഗ്രാസ്ലാൻഡ് കാലാവസ്ഥാ മാറ്റത്തിന് സങ്കീർണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉയർന്ന പ്രദേശ സ്പെഷ്യലൈസ്ഡ് സ്പീഷ്യസുകൾക്ക് നാരോ ടോളറൻസ് ആണ്. 93 ട്രാഫിക്കിന്റെ പ്രവർത്തനം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വന്യജീവി വ്യാപാര നിരീക്ഷണം. 94 ബയോസ്ഫിയർ റിസർവ് തത്വം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മേഖല അടിസ്ഥാനത്തിലുള്ള സംരക്ഷണവും വികസനവും. 95 വന സംരക്ഷണ നിയമം 1980 ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, വനഭൂമി ഉപഭോഗ മാറ്റ നിയന്ത്രണം. 96 എൻഡമിക് സ്പീഷ്യസുകൾ സംരക്ഷണ കാരണം. വംശനാശ സാധ്യത കൂടുതലാണ്. 97 വന്യജീവി സംരക്ഷണ നിയമം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തൽ അടിസ്ഥാനമാക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വംശനാശ സാധ്യത കൂടുതലാണ്. 98 ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വെല്ലുവിളിക്ക് കാരണം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗ്രാസ്ലാൻഡ് മാറ്റം വേഗത്തിൽ. 99 താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 43 ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് വ്യക്തിത്വം അഥവാ ഐഡന്റിറ്റി മോഷ്ടിക്കലാണ് ഉൾപ്പെടാത്തത്. ബാക്കിയെല്ലാം ഉൾപ്പെടുന്നവയാണ് കേട്ടോ. ലാസ്റ്റ് ചോദ്യം, 100ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് പ്രവൃത്തിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 67-ക്കും ബാധകമാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉൾപ്പെടുത്തി അശ്ലീല വീഡിയോകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കലാണ്.
അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്ന് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചുള്ള ഒരു ആൻസർ കീ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പം ഇത് ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ എത്ര മാർക്ക് ലഭിച്ചിട്ടുള്ളതെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ടോപ്പിക്സിന്റെ ഒക്കെ റിവിഷൻ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. അതോടൊക്കെ എല്ലാ കൂട്ടുകാരും ഒന്ന് കാണാൻ ശ്രമിക്കണം. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.